മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. നമ്മളൊക്കെ ഉസ്താദന്മാരൊക്കെ വലിയ മഹാന്മാരാണ്, അവരുടെയൊക്കെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം, നമുക്ക് ഈ കാലഘട്ടത്തെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. അതായത് AD 632 ജൂൺ 8 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന കാലം മുതൽ AD 644 നവംബർ വരെയുള്ള കാലഘട്ടമാണ് ഷെയ്ഖാനിയുടെ കാലഘട്ടം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും. പിന്നെ AD 644 നവംബർ മുതൽ AD 644 നവംബർ മുതൽ AD 661 ജനുവരി വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടം ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിയുടെ 2 മരുമക്കളുടെ കാലഘട്ടം. അതായത് സയ്യിദുനാ ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം. അതായത് 32 മുതൽ 44 വരെ 2 കൊല്ലം ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് തങ്ങളും 10 കൊല്ലം സയ്യിദുനാ ഫറൂഖ് തങ്ങളും, അങ്ങനെ 12 കൊല്ലവും. പിന്നെ 18 കൊല്ലം എന്ന് പറഞ്ഞാൽ AD 644 മുതൽ AD 661 ജനുവരി വരെയുള്ള 18 വർഷവും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ 2 കാലഘട്ടത്തിനും 2 രീതികളാണ് ഉള്ളത്. അതായത് സാമൂഹിക തലത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ് 2ാം കാലഘട്ടം. അത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഉടലെടുത്തു സാമൂഹിക പ്രശ്നം. അതിന്റെ പിന്നിലൊക്കെ മുനാഫിക്കുകളാണെങ്കിൽ പോലും ചില ആളുകളും അതിൽ വശംവദരായിപ്പോൾ സാമൂഹിക പ്രശ്നങ്ങൾ, അതായത് മതപരമായ പ്രശ്നങ്ങളല്ല, സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ. അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് AD 656 ജൂണിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ 661 ജനുവരി വരെയുള്ള 5 വർഷം കാലഘട്ടമാണ് സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ആ ചേരിതിരിവ് അതിശക്തമാവുകയും ചെയ്തു. ദീനി കാര്യത്തിലല്ല, സാമൂഹിക രാഷ്ട്രീയ കാര്യത്തിൽ. നിങ്ങൾ നല്ല ബോധവാന്മാരായാൽ 2ാം ഭാഗം പറയും. മനസ്സിലാവണില്ലേ നമുക്ക്? അതായത് 1ാം കാലഘട്ടത്തിൽ സാമൂഹിക തലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല. 2ാം കാലത്ത് മുസ്ലിങ്ങളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, നേരിയ തോതിൽ ബഹുമാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അത് സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ 5 വർഷം അതിശക്തമായി കൊടുമ്പിരിക്കൊള്ളുകയും ചെയ്തു. അല്ലാഹു മുഖദ്ദിറായ റബ്ബ് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് വലിയ ഉത്തരം കിട്ടണം. വലിയ ഉത്തരം. ആ ഉത്തരമാണ് ശരിയായ ഉത്തരം. ആ ഉത്തരത്തെ നമ്മൾ എന്നും മനസ്സിലാക്കിയാൽ നമുക്കൊരു പിഴവും വരില്ല എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്തരം പറയാൻ പോവാണ്. നിങ്ങൾ നല്ല ഫോമിലാണെങ്കിൽ അല്ലേ പറയും, അങ്ങനെ പറഞ്ഞാൽ പോരെ, ഉറക്കത്തിന് നല്ല ഫോമിലല്ലേ. അതായത് ഈ 30 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ ഒരു 12 കൊല്ലവും പിന്നെ ഒരു 18 കൊല്ലവും. ഈ 18 കൊല്ലത്തിൽ നേരിയ നിലക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുനാഫിക്കുകൾ ഉണ്ടാക്കി. പിന്നെ മുസ്ലിങ്ങളിലേക്കും അത് പടർന്നു. എന്നാൽ വല്ലാതെ കത്തിപ്പൊങ്ങിയില്ല. എന്നാലും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ബഹുമാനപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ട ചില മുസ്ലിങ്ങൾ ഉണ്ടായി. ചില സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടായി. ആളുകൾ തെറ്റിദ്ധരിച്ചു. രാഷ്ട്രീയപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് വീട് വളഞ്ഞ് കൊല ചെയ്യപ്പെട്ടത്. പിന്നെ അത് ശക്തമായി. ഇത് ശക്തമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ കണ്ടുപിടിക്കണം എന്ന വിഷയവും മറ്റു ചില വിഷയങ്ങളിലുമായിട്ട് അന്ന് സിറിയയിലെ ഗവർണറായിരുന്നു സയ്യിദുനാ മുആവിയ ബിൻ അബി സുഫിയാൻ. കൂടെ വലിയ മഹാനാണ് അവർ, ചെറിയ ആളൊന്നുമല്ല, വലിയ മഹാനാണ്. വലിയ മഹാനാണ്. അല്ലാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. അവരിൽ നിന്നും ഇതൊക്കെ ഒരു ചരിത്രം എന്ന നിലയിൽ പറയൽ നിർബന്ധമായ ഒരു സാഹചര്യമായതുകൊണ്ട് ഞാനത് കൊണ്ടുവരാന്നേ ഉള്ളൂ. അവരിൽ ഒരാൾ നല്ലാളും മറ്റൊരാൾ മോശപ്പെട്ടവനും എന്ന് ചിന്തിക്കാൻ പാടില്ല. അവർ ദീനിന്റെ ഹക്കായ മാർഗത്തിൽ നിന്ന് പുറത്താണ്. അള്ളാഹു ആ അവസ്ഥയെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 2 അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചില പ്രശ്നങ്ങൾ പുറത്തുണ്ട്. മുനാഫിക്കുകൾ ഉണ്ടായ പ്രശ്നങ്ങളുണ്ട്. ജൂതന്മാർ മുതലെടുത്തിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾക്കിടയിലും അന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് സ്വഹാബികൾക്കിടയിൽ തന്നെ സാമൂഹിക രാഷ്ട്രീയ തലത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി.
അത് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായും. 651 സ്വയം ഖലീഫയാണെന്ന രൂപത്തിൽ പെരുമാറി ബഹുമാനപ്പെട്ട മഹാനായ സിറിയയുടെ ഗവർണറായിരുന്ന മഹാനായ സയ്യിദുന മുആവിയ വലിയ മഹാനാണ്. അതുകൊണ്ട് ചില ഖൈറുകൾ ഉണ്ടായി. മുസ്ലിം ഉമ്മത്തിന് ഒരു തെറ്റുമില്ല. അതൊക്കെ അവർക്കിടയിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ്. അത് 661 ജനുവരിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെയും ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം നിലനിന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, സുഫീനിൽ രണ്ടാളുകളും പടയെ വെച്ച് സൈന്യത്തെ വെച്ച് പരസ്പരം യുദ്ധം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. രണ്ടു പക്ഷത്തുനിന്നും ഏകദേശം 1.5 ലക്ഷം ആളുകൾ മഹാനായ സയ്യിദുന അലി റളിയല്ലാഹുവിന്റെ പട്ടാളക്കാരായി ഉണ്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷം ആളുകൾ മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ടാളും വലിയ ആളുകളാണ്. ഈ രണ്ടാളെ കൂട്ടത്തിൽ സൈന്യമായി വന്നവരും വലിയ ആളുകളാണ്. ഉദാഹരണം, അലി റളിയല്ലാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഉവൈസുൽ ഖറനി. ഉറക്കെ പറഞ്ഞേക്കി. അവർ താബിഈങ്ങളിൽപ്പെട്ട ആളാണെങ്കിലും സഹാബികളുടെ ഒരു മഖാമിലുള്ള മഹാന. ഒരു സന്ദർഭം കൊണ്ട് സഹാബി ആയിപ്പോകാത്ത ആൾ മാത്രമാണ്. ഒരു തൊട്ടടുത്ത സ്വഹാബത്തിന്റെ ഫളാഇൽ കഴിഞ്ഞാൽ പിന്നെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അടക്കം റളിയല്ലാഹു അൻഹും ഫളൽ എണ്ണി പറയുന്നു. ഇങ്ങോട്ട് നോക്ക് എണ്ണി പറയുന്ന ആളാണല്ലോ സയ്യിദുന ഉവൈസ്. അവര് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ പട്ടാളക്കൂട്ടത്തിലുണ്ട്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഉബൈദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തിലുമുണ്ട്. ആരാ? ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണെന്ന് മാത്രമല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനും അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുജനുമാണ് ആര്? മഹാനായ ഉബൈദുല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമറും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിന്റെ മകനാണ്. ഉബൈദുല്ലാഹ് ഇബ്നു ഉമറും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിന്റെ മകനാണ്. അവര് മുആവിയ പക്ഷത്താണ് റളിയല്ലാഹു അൻഹുമാ. ഇവരൊക്കെ നല്ലവരാണ്, തർക്കങ്ങളില്ല. പക്ഷേ രാഷ്ട്രീയമായ തർക്കം, അഭിപ്രായ വ്യത്യാസം തീർത്ത് പരിഹാരം ഉണ്ടായില്ല. എന്താണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്നാൽ, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ഒരു യോജിപ്പ് ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഇതിന്റെ ഉത്തരം എന്നാണ് എന്റെ കണ്ടെത്തൽ. അതെപ്പോൾ നമ്മൾ യോജിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊരു യോജിപ്പിക്കാൻ കഴിയാത്ത സാധനമായി മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കും. അത് മുസ്ലിങ്ങൾക്കൊരു പ്രശ്നവുമല്ല. രാഷ്ട്രീയമായി എല്ലാവരും ഒരൊറ്റ ആശയത്തിൽ നിൽക്കുക എന്നത് മുസ്ലിമീങ്ങൾക്ക് ഒരു ബാധ്യതയുള്ള കാര്യമല്ല. രണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാട്, അത് ഒരാൾ കോൺഗ്രസും മറ്റൊരാൾ കമ്മ്യൂണിസ്റ്റോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇപ്പം മൂപ്പർ പാർട്ടി അതായിരുന്നു ഒന്നും എന്നോട് ചോദിക്കരുത്. അത് ഞാൻ പറഞ്ഞത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ താല്പര്യം വേണം. രണ്ടാൾക്കും രണ്ട് ലൈനിലുള്ള താല്പര്യമാണ്. ആർക്ക്? അലി റളിയല്ലാഹു അൻഹുവിനും റളിയല്ലാഹു അൻഹുമാ അങ്ങനെ പറഞ്ഞാൽ വലിയ മഹാന്മാരാണ്. ഒരു ദറാക്കവരെ പറ്റി രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഇത് എവിടെ നടക്കുന്ന എന്നാൽ 30 വർഷത്തെ ഖിലാഫത്ത് റാഷിദക്ക് ഇടയിൽ നടന്നു. ഇതെന്താണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്? നിങ്ങൾ ഇത് മോഹിക്കേണ്ട. രാഷ്ട്രീയമായ ഒരു യോജിപ്പ് ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്കിടയിൽ പൂർണ്ണമായി ഉണ്ടാകാൻ സാധ്യത ഇല്ല. അത് മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല. മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എൻ്റെ മുത്തേക്ക് തന്നെ നോക്കണം, അങ്ങനെ തന്നെ നോക്കണം. ഇടയിൽ പറഞ്ഞു ശ്രദ്ധ തെറ്റിപ്പോയാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചിന്തിക്കരുത്. നിങ്ങൾ ഇത് ഇന്ന ലൈന് കൃത്യമായി ചിന്തിക്കണം. അത് ഒന്ന്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ചില രേഖകളിൽ ഓറിയന്റലിസ്റ്റുകൾ മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു വിഷയമുണ്ട്. സുൽത്താൻ ഓറിയന്റലിസ്റ്റുകൾ ആക്ഷേപിക്കുന്ന ഒരു ഭാഗമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖലീഫയെ നിശ്ചയിക്കാതെ മരണപ്പെട്ടു പോയി എന്നത് മുഹമ്മദിന്റെ പരാജയമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരാജയമല്ല. മനസ്സിലായില്ല? അതിന്റെ കൂടെയില്ല. അതായത് റസൂലുള്ളാഹി മദീനയിലെ സർവ്വസമ്മതനായ ഭരണാധികാരിയാണ്. അല്ലാഹുവിന്റെ റസൂലും താൻ മരിച്ചു പോയാൽ ഇന്ന ആളായിരിക്കണം രാഷ്ട്രീയപരമായി നിങ്ങളെ സൈനികമായും രാഷ്ട്രീയപരമായും മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങളെ നയിക്കേണ്ട ഒരു പിൻഗാമിയുടെ പ്രത്യേകമായ പേര് നിർദ്ദേശിക്കാതെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി എന്നത്, വഫാത്തായി പോയി എന്നത് റസൂലുള്ളാഹിയുടെ ഒരു കുറ്റമായി ഓറിയന്റലിസ്റ്റുകൾ എണ്ണാറുണ്ട്. അത് മുസ്ലിം സമുദായത്തിന് ഒരു കുറ്റമല്ല.
എന്തുകൊണ്ട്? ആര് ഭരിച്ചു, രാഷ്ട്രീയം ആര് കൈകാര്യം ചെയ്തു എന്നത് മുസ്ലിമീങ്ങൾക്കൊരു വലിയ വിഷയം അല്ല. മുസ്ലിങ്ങൾക്ക് ദുനിയാവ് അദ്ദുനിയാ പറഞ്ഞാൽ അത് നാടന്മാർക്ക് വരെ കിട്ടുന്ന ഹദീസാണ്. കന്നുകൂട്ടുന്നവർക്ക് മറ്റെന്താ പറയാ തട്ടുകട നടത്തുന്നവർക്കൊക്കെ കിട്ടുന്ന ഹദീസാണ്. എന്ത് അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. മസ്റഅ ഏതായാലും പൊരയല്ല. മസ്റഅ എന്ന് പറഞ്ഞാൽ മസ്റഅ പൊരയല്ല, മസ്കനല്ല. വല്ലാഹു യദ്ഉ ഇലാ മസ്റഅത്തി ദുനിയ എന്നല്ല, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അപ്പോൾ അത് ഓറിയന്റലിസ്റ്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഇഷ്യൂ ആണ്, ഒരു പ്രശ്നമാണ്. എന്ത്? മുഹമ്മദ് തന്റെ രാഷ്ട്രീയ പിൻഗാമിയെ നിശ്ചയിക്കാതെ പോയി. അവർ വിചാരിക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്ന രൂപത്തിൽ മനസ്സിലാക്കിയ തെറ്റാ. അങ്ങനെ രാഷ്ട്രീയ നേതാവല്ല മുഹമ്മദ് മുസ്തഫ. എന്നാൽ രാഷ്ട്രീയം ലഭിക്കില്ലേ? ഉണ്ട്. കാരണം ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു നിസ്സാരപ്പെട്ട കാര്യമാണ്. അതിലിനി ആരെ ഭരണാധികാരിയായി നിശ്ചയിച്ചാലും അവർ നിശ്ചയിക്കട്ടെ. ഒരു ഖലീഫയെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞയച്ചു കൊടുത്താൽ പോലും അടുത്ത ഖലീഫയെ ആര് പറഞ്ഞു കൊടുക്കും? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ കീഴ്വഴക്കം അങ്ങനെ ആക്കേണ്ട. അത് ആര് ഭരിച്ചാലും പ്രശ്നമില്ല എന്നല്ല. ഒരു സംഘ ആളുകൾ ഒരിക്കൽ നബിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശേഷം നബിയെ ഞങ്ങളെ മോശപ്പെട്ട ഏകാധിപതികൾ ഭരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം നബിയെ? ഫഖാല ഫസ്ബിറു, എങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾ എത്ര കാലം ക്ഷമിക്കണം നബിയെ? ഹൗലുങ്കരയിൽ ഞാൻ നിൽക്കുന്നത് കാണുന്നത് വരെ ക്ഷമിക്കണം. അതായത് ദുനിയാവും മുഴുവനും നിങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേരിൽ ക്ഷമിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല. അത് നമുക്കൊരു വലിയ കാര്യമല്ല. അതേസമയം ഒരു രാഷ്ട്രീയ സുസ്ഥിരത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സർവ സംവിധാന ഐക്യം എന്നത് മുസ്ലിം ഉമ്മത്തിൽ നേടിയെടുക്കുക അസാധ്യമാണ് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അത് വളരെ വസ്തുതയാണ്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു ദൃഷ്ടാന്തമാണ്. കാരണം ഈ അഭിപ്രായ വ്യത്യാസം, ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഖിലാഫത്തുർ റാഷിദക്ക് ശേഷം, ഖിലാഫത്തുർ റാഷിദ നടക്കുന്ന 30 കൊല്ലമാണല്ലോ. ഈ 30 കൊല്ലത്തിന് ശേഷമാണ് ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കായിരുന്നു? ഖിലാഫത്തുർ റാഷിദയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല, പിന്നെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അതേ സമയത്ത് ഈ ഖിലാഫത്തുർ റാഷിദയിലെ വലിയ ഒരു കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും കരുത്തനായ സയ്യിദ്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദ്ന അലിയുൽ മുർത്തള, ഉറക്കപ്പറ സയ്യിദ്ന അലിയുൽ മുർത്തള റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും രാഷ്ട്രീയമായ ഒരു യോജിപ്പിനും ഒരു സമാധാനത്തിനും എത്താതെ 6 മാസം ചിരിച്ചില്ല എന്നുള്ള താരീഖ് പല സ്ഥലങ്ങളിലും കാണുന്നു. വഫാത്തിനോട് തൊട്ട 6 മാസം അവർ ചിരിച്ചിട്ടേ ഇല്ല. എന്തുകൊണ്ട്? അത്രയും സാമൂഹിക പ്രശ്നങ്ങളാണ്. എന്നാൽ ഇതൊന്നും ദീനിനെ ബാധിച്ചതും ഇല്ല. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു പോരാം. നല്ല ഫോമിലാണെങ്കിൽ ഈ കാലത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരും. എന്നാൽ ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഖിലാഫത്തുർ റാഷിദയിലെ 1ാം കാലം എന്ന 2 ഭരണാധികാരികളുടെയും പിന്നീട് വന്ന 2 ഭരണാധികാരികളുടെയും കാലഘട്ടത്തിൽ ദീനീ വിഷയത്തിൽ ഒരു സുന്നത്തിന്റെ അല്പത്തിൽ പോലും യാതൊരു അഭിപ്രായ വ്യത്യാസവും അവർക്കിടയിൽ ഇല്ല. ഇതാണ് പ്രശ്നം. നമ്മൾ പാട്ടിമറിച്ചു, നമ്മൾ ഹക്കിൽ നിന്ന് തെറ്റിപ്പോയി എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾക്കിടയിൽ വരുന്ന മുദ്രാവാക്യം, ദീനിൽ എന്ത് അഭിപ്രായക്കേടുകൾ നടന്നാലും രാഷ്ട്രീയമായി നമ്മളെല്ലാവരും യോജിക്കണമെന്ന്. അപ്പോൾ നമ്മൾ മാ അന അലൈഹി വഅസ്ഹാബി എന്നതിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ എനിക്ക് തരണം. ഒന്ന് വിചാരിക്കരുത്. നീ വിചാരിച്ചാൽ ഞാൻ പറയും. ഞങ്ങൾ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗവേഷണം നടത്തുന്ന ആൾക്ക് തെറ്റിയാലും നിങ്ങൾ ക്ഷമിക്കണം. അടിപൊളിക്കാണെങ്കിൽ മാത്രം നീറ്റുന്നാൽ മതി. അടിപൊളിക്കൂല, അടി തീയണ. രാഷ്ട്രീയ സുസ്ഥിരത അല്ലെങ്കിൽ യോജിപ്പ് നിങ്ങൾ എന്ത് ശ്രമിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇനി ഈ ആളുകളെ പറ്റിയും ഞാൻ പറഞ്ഞില്ല. ഈ രാഷ്ട്രീയ അഭിപ്രായക്കേടുകളിൽ വന്ന വലിയ കുബാരിയങ്ങളായ സ്വഹബത്ത് അവരാരാ? അവർക്ക് വഹയില്ലെങ്കിലും അവർ മുൽഹമീങ്ങളാ. അവർക്ക് എന്തുണ്ട്? ഇൽഹാമുണ്ട്, കശ്ഫുണ്ട്, നൂറുണ്ട്. അവർക്ക് പോലും ഇതിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ ഒരു ഒറ്റ ലൈനിൽ നിർത്തൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത്
ഇതൊന്നും ഇല്ലാത്ത നമുക്ക് എങ്ങനെ ഇതുണ്ടാവുക?